ഫീവറിന്റെ കോസസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാ? ഫീവർ എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു സിംറ്റമാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു 100 പേഷ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 90 പേഷ്യൻസും ഫീവർ എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനി അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്, അതൊരു രോഗമല്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഫീവർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇൻഫെക്ഷൻസ് അഥവാ അണുബാധയാണ്. ഇൻഫെക്ഷൻസ് തന്നെ പല വിധത്തിലുണ്ടാവാം. വൈറസ് കാരണമുള്ള അണുബാധ ഉണ്ടാവാം, ചില ബാക്ടീരിയകൾ കാരണം അണുബാധ ഉണ്ടാവാം, പിന്നെ മറ്റു ചില ഓർഗാനിസംസും അണുബാധ ഉണ്ടാക്കാം. അതാണ് സാധാരണ രീതിയിൽ കാണുന്ന ഫീവറിൻ്റെ കോസ്. എന്നിരുന്നാലും ബോഡിയിൽ ഇൻഫ്ലമേഷൻ, അതായത് വാതപ്പനി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് പനി ഉണ്ടാക്കാം. പിന്നെ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പനി വരാം. ചില മരുന്നുകൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് പനി വരാം. പിന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ സൂര്യാഘാതം എന്ന്. അപ്പോൾ വളരെയധികം ചൂട് കൂടുന്ന കണ്ടീഷൻസിലും അങ്ങനെ ഫീവറായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള കോസസ്.